എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ചേട്ടൻ ദാ ഇപ്പോൾ ഓട്ടം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. നമ്മുടെ ഷോക്കേസിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. ഷൈത്തേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് വർക്ക് ചെയ്ത ആളുടെ പേര് രാജേഷ് എന്നാണ്. ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ആളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തരാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനതിൻ്റെ ഉള്ളിലും കൂടി ഒന്ന് കാണിച്ചു തരാവേ. കണ്ടോ, ലോക്കറ് കളറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ അപ്പുറത്തെ റൂമിൽ ഈ ഒരു കളർ മാത്രമായിരുന്നു, അതിപ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡും കൂടി വന്നിട്ടുണ്ട്. ഇതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് സനുമോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ശിവു ഇപ്പോൾ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് കേട്ടോ എഴുന്നേക്കാറ്. ഇന്ന് പതിവില്ലാണ്ട് സനുതൊക്കെ കരഞ്ഞിട്ടാണ് വരുന്നത്. അച്ഛൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടാണ് വന്നത്. അച്ഛൻ ദാ ഇപ്പോൾ ഓട്ടം കഴിഞ്ഞ് വന്ന കാര്യം ആൾ കണ്ടിട്ടില്ല. എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സൈത്തേട്ടൻ ഇരിപ്പുണ്ട്, പക്ഷെ ആളത് കണ്ടിട്ടില്ല കേട്ടോ. അച്ഛൻ എവിടെ അമ്മ എന്ത് സ്വപ്നം കണ്ടെന്ന് തോന്നുന്നു. നല്ല കരഞ്ഞിട്ടാണ് ഇതാ എഴുന്നേറ്റ് വരുന്നത്. അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് ആൾക്ക് ഇതേ സന്തോഷമായിട്ടോ. പിന്നെ അതേ അച്ഛൻ്റെ മേത്തൊക്കെ കയറി കിടന്ന് വീണ്ടും രണ്ടുപേരും കൂടി കിടന്നുറങ്ങാണ്. കയത്താണ് ഞാൻ അപ്പോഴത്തേക്ക് ഇതാ ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ശിവമോളും എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ സനുവിനത് ആവി പിടിപ്പിക്കാൻ കേട്ടോ. ആൾക്ക് 2-3 ദിവസമായിട്ട് ചെറിയ രീതിയിൽ കോൾഡ് ഉണ്ട്. തന്നെ ആവിയൊക്കെ പിടിച്ചോളും. കുറച്ച് നേരം പിടിക്കുള്ളൂ എന്നുള്ളൂ, എന്നാലും തന്നെ പിടിച്ചോളൂ. ഇഷ്ടമാണ് പിടിക്കാനൊക്കെ. അത് കഴിഞ്ഞ് രണ്ടുപേരെയും കൊണ്ടുപോയി കുളിപ്പിച്ചു. പിന്നെ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. നമ്മുടെ പറമ്പിലുണ്ടായ കോവയ്ക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ആളുടെ വെല്ലിച്ചൻ കൊണ്ടുപോയി കൊടുത്തതാണ്. അപ്പോൾ ആൾ ചായ കുടിക്കാൻ മടിഞ്ഞതാ കോവയ്ക്കാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവയ്ക്ക തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടായിരുന്നു, പിന്നെ പുട്ടും കടലക്കറി ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം അച്ഛനും മക്കളും കൂടി പോയി ബീഫ് വാങ്ങിയിട്ട് വന്നു. സൈത്തേടൻ ഇവിടെ ഉള്ളപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ 2 പേർക്കും കൂടി ബൈക്കിൽ കയറണം. അതാണ് ഇവിടുത്തെ നിയമം. അങ്ങനെ അത് 2 പേരെയും കൊണ്ടുപോയി ബീഫൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് ഈ കാണുന്നത്. ഞാനപ്പോൾ അത് വേഗം തന്നെ കഴുകി കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നെയ്യൊക്കെ ഉണ്ടായിരുന്നു, നല്ല ബീഫായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഇത്ത സനുവിനും ശിവുവിനും കുറച്ച് ബിരിയാണി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ബിരിയാണി ആയിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ബീഫും കൂടി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈന്തപ്പഴത്തിൻ്റെ അച്ചാറില്ലേ, അതും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. സൈത്തേടിന് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞിട്ട് ആൾ ചോറ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും പോയി കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഞങ്ങളിതാ എല്ലാവരും കൂടി ഇന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ടി വിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സനുവിന് റീൽസ് കാണാനാണ് കൂടുതൽ ഇഷ്ടം, അപ്പോൾ ആൾ അതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ ചേട്ടൻ പറ്റുമ്പോൾ നമുക്ക് ചെറുതായി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇതിവിടെ പതിവുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ തേരാട്ടിക്കുന്ന് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ മാങ്ങാമ്പള്ളി അമ്പലമല്ലേ, ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സനു ഡാൻസ് പഠിക്കുന്ന അമ്പലം. അവിടെ ഉത്സവം കൂടിയായിരുന്നു. ഉത്സവവും ദശാവതാരവും കൂടി ഒരുമിച്ചാണ് കേട്ടോ നടത്തുന്നത്. വിഷുവിൻ്റെ അന്ന് വരെയുണ്ട്. 14-ാം തീയതിയാണ് തീരുന്നത്. അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നേ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാവേ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.